ലോക സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ശക്തമായി ബാധിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യക്കും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു. എന്നാൽ പ്രതിസന്ധികൾക്കൊപ്പം പുതിയ സാധ്യതകളും തുറക്കപ്പെടാറുണ്ട് എന്നതുപോലെ ഈ യുദ്ധം ഇന്ത്യക്ക് ചില നിർണായക പാഠങ്ങൾ പഠിപ്പിക്കുകയും ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾക്ക് വേഗം കൂട്ടുകയും ചെയ്തു. ഹ്രസ്വകാലത്ത് ഇന്ധനവില വർധനയും പണപ്പെരുപ്പവും വ്യാപാര ചെലവുകളും രാജ്യത്തിന് തിരിച്ചടിയായെങ്കിലും ഭാവിയിൽ ലക്ഷം കോടി രൂപയുടെ നേട്ടം സമ്മാനിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങളാണ് ഈ പ്രതിസന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതോടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തിയ വിഷയങ്ങളിലൊന്നായിരുന്നു ഹോർമോസ് കടലിടുക്കിന്റെ സുരക്ഷ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഈ മേഖലയിലൂടെ ദിവസേന ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലാണ് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കുകയും ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയും ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ വലിയൊരു പങ്ക് ഇപ്പോഴും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും ദ്രവീകൃത പെട്രോളിയം വാതകവും ലഭിച്ചിരുന്നത്. യുദ്ധം രൂക്ഷമായതോടെ ഈ വിതരണ ശൃംഖല താളം തെറ്റുകയും രാജ്യത്തിന് പുതിയ വിതരണ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഏഷ്യ, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ആരംഭിച്ചു. ഏതാനും രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ രീതിക്ക് പകരം വിവിധ രാജ്യങ്ങളുമായി ദീർഘകാല കരാറുകൾ ഒപ്പുവെക്കുകയും വിതരണ സംവിധാനത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു. ഭാവിയിൽ സമാനമായ പ്രതിസന്ധികൾ ഉണ്ടായാലും രാജ്യത്തിന് വലിയ ആഘാതം ഉണ്ടാകാതിരിക്കാൻ ഈ നീക്കം സഹായകരമാകും. എന്നിരുന്നാലും ആഗോള വിപണിയിലെ വിലവർധന ആഭ്യന്തര വിപണിയെയും ബാധിച്ചു. എണ്ണ കമ്പനികൾ നേരിട്ട സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനായി ഇന്ധനവില ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കേണ്ടി വന്നു. പെട്രോൾ, ഡീസൽ, വാണിജ്യ LPG, ഗാർഹിക പാചകവാതകം എന്നിവയുടെ വിലയിൽ വർധന രേഖപ്പെടുത്തി. ഇത് ഗതാഗത ചെലവും ഉൽപാദന ചെലവും ഉയർത്തി. അതുവഴി സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെയും ബാധിച്ചു. രാജ്യത്തെ ക്രൂഡ് ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഇതിനു മുൻപേ ആരംഭിച്ചിരുന്നു. പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതി, വൈദ്യുത വാഹനങ്ങൾക്ക് പ്രോത്സാഹനം, ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ ഇതിനോടകം നടപ്പാക്കിയിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം ഈ പദ്ധതികൾക്ക് പുതിയ ഊർജ്ജം നൽകി. ക്രൂഡ് ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ എഥനോൾ അധിഷ്ഠിത ഇന്ധനങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. 20% എഥനോൾ കലർന്ന ഇന്ധനത്തിൽ നിന്ന് 85%വും 100%വും എഥനോൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വികസനവും വിപണനവും ശക്തിപ്പെട്ടു. വിവിധ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ വ്യാപകമാകുന്നതോടെ പെട്രോളിനുള്ള ആശ്രിതത്വം ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. കരിമ്പ്, ധാന്യങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കർഷകർക്കും അധിക വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം എഥനോൾ അടിസ്ഥാനമാക്കിയ ഇന്ധന ഉപഭോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ വാഹനയാത്രയുടെ ചെലവ് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ക്രൂഡ് ഇറക്കുമതിക്കായി ചിലവഴിക്കുന്ന വൻ വിദേശ നാണയ ശേഖരവും രാജ്യത്തിന് ലാഭിക്കാനാകും. യുദ്ധകാലത്ത് വിദേശ ആശ്രിതത്വത്തിന്റെ അപകടം കൂടുതൽ വ്യക്തമായതോടെ ആഭ്യന്തര എണ്ണവാതക ശേഖരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കും വേഗത കൈവന്നു. ആൻഡമാൻ സമുദ്രമേഖല, ബംഗാൾ ഉൾക്കടൽ, കിഴക്കൻ തീരപ്രദേശങ്ങൾ, പടിഞ്ഞാറൻ സമുദ്രതീരം തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ പര്യവേഷണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ഈ ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ എണ്ണവാതക സാധ്യതകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യുദ്ധത്തെ തുടർന്ന് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപ മാർഗമായി സ്വർണത്തിലേക്ക് തിരിഞ്ഞു. ഇതോടെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഇന്ത്യ പോലുള്ള വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് അധിക സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടാക്കി. വിദേശ നാണയ ചെലവ് നിയന്ത്രിക്കുന്നതിനും അനാവശ്യം ഇറക്കുമതി കുറയ്ക്കുന്നതിനുമായി സ്വർണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ നിക്ഷേപം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജന ബോധവൽക്കരണം ശക്തമാക്കി. സ്വർണം വാങ്ങുന്നതിന് പകരം ഉൽപാദന മേഖലകളിലേക്കും വ്യവസായ നിക്ഷേപങ്ങളിലേക്കും സാമ്പത്തിക വിഭവങ്ങൾ തിരിക്കണമെന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ശക്തമായി. ഇതിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സ്വർണ്ണ ശേഖരങ്ങളും നിർണായക ധാതു നിക്ഷേപങ്ങളും കണ്ടെത്തിയെന്ന വാർത്തകളും ആശ്വാസം പകർന്നു. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണ്ടെത്തിയ സ്വർണ്ണ സാന്നിധ്യം ഖനന മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. സ്വർണത്തിന് പുറമെ സാങ്കേതിക വിദ്യ, പ്രതിരോധം, വൈദ്യുത വാഹനങ്ങൾ, നവീന ഊർജ്ജ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് അനിവാര്യമായ ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ അന്വേഷണ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെട്ടു. ഭാവിയിലെ ആഗോള വ്യവസായ മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായക സ്ഥാനം ഉറപ്പിക്കാൻ ഇത്തരം വിഭവങ്ങൾ വലിയ സഹായമാകും. യുദ്ധം എവിടെയാണെങ്കിലും അതിന്റെ ആദ്യ ഫലം സാമ്പത്തിക നഷ്ടവും മനുഷ്യ ദുരിതവുമാണ്. പശ്ചിമേഷ്യൻ സംഘർഷവും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ഇന്ധനവില, പണപ്പെരുപ്പം, വ്യാപാര ചെലവ് വർദ്ധിക്കൽ, വിതരണ ശൃംഖലകളിലെ തടസ്സം തുടങ്ങിയ തിരിച്ചടികൾ ഇന്ത്യയും നേരിട്ടു. എന്നാൽ ഈ പ്രതിസന്ധി ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്കും ഊർജ്ജ സുരക്ഷയിലേക്കും വിഭവ വൈവിധ്യവൽക്കരണത്തിലേക്കും നയിച്ചുവെന്നതും സത്യമാണ്. എഥനോൾ അധിഷ്ഠിത ഇന്ധനങ്ങൾ, വൈദ്യുത വാഹനങ്ങൾ, ആഭ്യന്തര എണ്ണവാതക പര്യവേഷണം, നിർണായക ധാതു ഖനനം, സ്വർണ്ണ ഇറക്കുമതി നിയന്ത്രണം തുടങ്ങിയ മേഖലകളിലുണ്ടായ വേഗത്തിലുള്ള മാറ്റങ്ങൾ രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യക്ക് താൽക്കാലിക നഷ്ടങ്ങൾ സമ്മാനിച്ചെങ്കിലും ഭാവിയിൽ കൂടുതൽ കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ
സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങൾ തുറന്നുകൊടുത്ത സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ മാറ്റങ്ങൾ യാഥാർത്ഥ്യമായാൽ ഇന്നത്തെ നഷ്ടങ്ങളെക്കാൾ 10 മടങ്ങ് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ രാജ്യം കൈവരിക്കുമെന്ന പ്രതീക്ഷ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.